ലൂസിയാനയിലെ എമിഗ്രേഷൻ ജഡ്ജി ജാമി കോമൻസ് കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിയും പ്രതിഷേധ നേതാവുമായ മഹ്മൂദ് ഖലീലിനെ അൾജീരിയയിലേക്കോ സിറിയയിലേക്കോ നാടുകടത്താൻ ഉത്തരവിട്ടതായി അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നു. ഖലീലിന്റെ അഭിഭാഷകർ ഇമിഗ്രേഷൻ ജഡ്ജിയുടെ ഉത്തരവിനെതിരെ ന്യൂജേഴ്സി ഫെഡറൽ കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. മാർച്ച് 8 അറസ്റ്റ് ചെയ്യപ്പെട്ട ഖലീലിന്റെ ഗ്രീൻ കാർഡ് മുൻപ് റദ്ദാക്കിയിരുന്നു. സെപ്റ്റംബർ 12 നടന്ന വിചാരണയിൽ 12 ദിവസത്തെ സമയം നീട്ടിയാലും വിചാരണ സ്ഥലം ന്യൂയോർക്കിലേക്ക് മാറ്റിക്കൊടുക്കുന്നതും വേവർ അനുവദിക്കുന്നതും ജഡ്ജി നിരസിച്ചു. ഖലീൽ തന്റെ വിസ സ്റ്റാറ്റസ് പുതുക്കുമ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി അപ്പാർത്തൈഡ് ഡിവസ്റ്റ് സംഘടനയുമായുള്ള ബന്ധവും UN ഏജൻസിയുമായുള്ള ബന്ധവും വെളിപ്പെടുത്താതിരുന്നതായി കോടതി ചൂണ്ടിക്കാട്ടി. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരുന്നത് പ്രകാരം ഖലീലിന്റെ സാന്നിധ്യം അമേരിക്കൻ വിദേശ നയത്തിന് ദോഷകരം എന്ന വിലയിരുത്തലും വിധിയിലേർപ്പെടുത്തി. രാജ്യത്ത് സ്ഥിരമായ ജോലി, സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവ ഇല്ല എന്നും അദ്ദേഹത്തിന്റെ താമസം കണ്ടീഷണൽ സ്റ്റാറ്റസിൽ മാത്രമാണെന്നും കോടതി വിധിയിൽ സൂചിപ്പിച്ചു. ഖലീലിന്റെ നിയമസംഘത്തിന് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാമെങ്കിലും ഉയർന്ന തലത്തിലുള്ള അധികാരികളുടെ പ്രതികാര നടപടികളുടെ പശ്ചാത്തലത്തിൽ വിജയം പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല എന്നാണ് അഭിഭാഷകർ പറയുന്നത്.